ഗൗരവമുള്ളതാണ് ആരോപണങ്ങൾ എന്നതാണ് കോടതി ഇപ്പോൾ നിരീക്ഷിക്കുന്നത്. പരാതിക്കാരിയുടെ മൊഴി ഗൗരവമുള്ളതാണ്. നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിച്ചു, അതിൽ ഭീഷണി മുഴക്കി എന്ന കാര്യം തന്നെ പരാതിക്കാരി പറഞ്ഞിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ തന്നെയും കോടതി വാദമായി രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. സായികുമാർ, എന്താണ് കോടതിയിൽ ഇന്ന് നടന്നത്? തീർച്ചയായും ഇതാ നിശ്ചിതമായിട്ടുള്ള വിമർശനം തന്നെയാണ് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഹൈക്കോടതിയിൽ നിന്നുണ്ടായത്. ഒന്നാം പരാതിയിൽ മുൻകൂർ ജാമ്യം തേടി രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ആ കേസിലാണ് ഇപ്പോൾ പ്രോസിക്യൂഷന്റെ അടക്കം വാദം കോടതി വിശദമായി തന്നെ കേൾക്കുകയും ചെയ്തു. ഇതിനിടയിലാണ് രാഹുലിനെതിരെ നിശിതമായിട്ടുള്ള വിമർശനം ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അതിജീവിതം ഉന്നയിച്ച ആരോപണങ്ങൾ അത്യന്തം ഗൗരവതരമാണ് എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. നിർബന്ധിച്ച് ലൈംഗിക ബന്ധത്തിന് ഇരയാക്കി എന്ന മൊഴി ഗുരുതരമാണ് എന്ന് കോടതി പറയുന്നു. എന്തിന് പാലക്കാട് പോയി എന്നതിന് പരാതിക്കാരിക്ക് കൃത്യമായ വിശദീകരണമുണ്ട്. മാർച്ച് 17 ലൈംഗിക ബന്ധം ബലപ്രയോഗത്തിലൂടെയാണ് നടന്നത് എന്നുകൂടി കോടതി പറയുന്നുണ്ട്. അതോടൊപ്പം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യമായി പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിച്ചത് ഈ ഗർഭചിത്രം നിർബന്ധിച്ച് നടത്തി എന്നുള്ളതാണ്. അതിലും കോടതി പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ആത്മഹത്യാ ഭീഷണി മുഴക്കിയത് കൊണ്ടാണ് അവിടെ ഗർഭചിത്രം നടന്നത്. ഗർഭചിത്രം നടത്താൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പരാതിക്കാരിയെ നിർബന്ധിച്ചു. കുട്ടി വേണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നും കോടതി പറയുന്നുണ്ട്. ഇതിന് വാട്സാപ്പ് ചാറ്റ് തെളിവായി ഉണ്ട് എന്നും ഹൈക്കോടതി നിരീക്ഷണമായി പറയുന്നുണ്ട്. പ്രോസിക്യൂഷനും വലിയ ആരോപണങ്ങളാണ്. അതായത് ലോകത്ത് തന്നെ ഇത്ര വലിയൊരു കുറ്റകൃത്യം ഇതിനു മുൻപ് നടന്നിട്ടുണ്ടോ എന്ന് സംശയമാണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പ്രോസിക്യൂഷൻ കോടതിയെ ധരിപ്പിച്ചത്. എന്തായാലും ഈ വാദങ്ങൾക്കൊടുവിൽ കോടതി ഇത് വിധി പറയാൻ മാറ്റുകയും ചെയ്തിട്ടുണ്ട്.